Pulerumah
നമുക്ക് ശ്രദ്ധാപൂർവ്വം സുവിശേഷം
ഓർമ്മപ്പെടുത്തുകയാണ്. തമ്പുരാനിൽ വിശ്വസിക്കണം. നാം തമ്പുരാനോടുകൂടി ആയിരിക്കേണ്ടവരാണ്. തമ്പുരാനോടുകൂടി ആയിരിക്കുവാൻ നന്മ ചെയ്യണമെന്ന് മർത്തമായ വാക്കുകളുണ്ട്. നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നുവെന്ന്. അതിന് മറുപടിയായിട്ട് അതോടൊപ്പം തന്നെ പറയുകയാണ്, ഈശ്വരനോട് നീ ചോദിക്കുന്നത് എന്തും ദൈവത്തോട് തരം എന്ന് എനിക്കറിയാം. മർത്തയ്ക്ക് ബോധ്യമുണ്ടായിരുന്നു യേശു ദൈവപുത്രനാണ് എന്ന ബോധ്യം. മർത്തയ്ക്ക് ബോധ്യമുണ്ടായിരുന്നു യേശു ചോദിച്ച തീർച്ചയായും എല്ലാം ലഭിക്കുമെന്ന ബോധ്യം. യേശു പറയുകയാണ്, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. അവിടെ മഹത്വമായ ഒരു കാര്യമുണ്ട്. അന്ത്യദിനത്തിലെ പുനരുത്ഥാനത്തിൽ എന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം. അന്ത്യദിനത്തിലെ പുനരുത്ഥാനത്തിൽ എന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ തന്റെ സഹോദരനെ കുറിച്ച് വ്യക്തമായ ബോധ്യവും കാഴ്ചപ്പാടുണ്ടായിരുന്ന വ്യക്തിയാണ് സഹോദരിയായ മാർത്ത. അവൻ നന്മ ചെയ്ത് കടന്നുപോയവനാണ്. അവൻ തമ്പുരാനെ സ്നേഹിച്ചവനാണ്. തന്റെ നിശ്ചിതമായ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിയവനാണ്. അതുകൊണ്ട് തന്നെ അന്ത്യദിനത്തിലെ പുനരുത്ഥാനത്തിൽ എന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറയുവാനുള്ള ബോധ്യം, ധൈര്യം തന്റെ മർത്തയ്ക്കുണ്ടാകുകയാണ്. സ്നേഹമുള്ളവരെ, തീർച്ചയായും സ്റ്റീഫൻ സാറിന്റെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്കത് ദർശിക്കുവാനായി സാധിക്കും. ദൈവോന്മുഖമായി യാത്ര ചെയ്ത ഒരു വ്യക്തിയാണ്. തനിക്ക് സാധിക്കുന്ന നന്മകൾ, സഹായങ്ങൾ, പ്രോത്സാഹനങ്ങൾ, തിരുത്തലുകൾ ഏറ്റവും ആത്മാർത്ഥതയോടുകൂടി ചെയ്യുവാനായി പരിശ്രമിച്ച ഒരു വ്യക്തിയാണ് സ്റ്റീഫൻ സാർ. അറിയാൻ പറയാതെ ഒത്തിരിയേറെ പേരെ സഹായിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ അന്ത്യദിനത്തിലെ പുനരുത്ഥാനത്തിൽ സ്റ്റീഫൻ സാർ ഉയർത്തുമെന്ന വലിയ വിശ്വാസത്തോടും ബോധ്യത്തോടും കൂടി നമുക്ക് വചനം ശ്രമിക്കാം. ഈശോ പറയുകയാണ്, ഞാനാണ് പുനരുത്ഥാനവും ജീവനും. എന്നെ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഉപകർത്താവ് നീ ലോകത്തിലേക്ക് വരാനിരുന്ന ക്രിസ്തുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബോധ്യത്തിന്റെ വിശ്വാസത്തിന്റെ വാക്കുകൾ നാം പുലരടിയതിന്റെ കർമ്മം നടത്തുകയാണ്. പുലരുടെ വാക്കിനർത്ഥം മരിച്ചത്. അടിയന്തരമായി മരിച്ച ആളിന്റെ ആത്മാവിന് വേണ്ടി നിർവർത്തിക്കുന്ന കർമ്മങ്ങൾ. സാധാരണ ആ കർമ്മത്തിൽ പ്രവേശിക്കുമ്പോൾ നമുക്കറിയാം, സ്ത്രീജനങ്ങൾ വാനായി അവസാനിക്കുന്നു. അത് മാറ്റത്തിന്റെ അടയാളമാണ്. സുന്ദരികളായി വരേണ്ടവർ സൗന്ദര്യം കുറഞ്ഞ ആഭരണങ്ങൾ ധരിക്കുന്നു, വസ്ത്രങ്ങൾ ധരിക്കുന്നു. മാറ്റം നോമ്പെടുക്കാറുണ്ട്, ഭക്ഷണശൈലിയിൽ മാറ്റം വരുത്താറുണ്ട്. ത്യാഗങ്ങളിലൂടെ, സഹനങ്ങളിലൂടെ മനുഷ്യന്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. സെമിത്തേരിയിൽ പ്രാർത്ഥിക്കും. അതിനുശേഷം ഭവനത്തിൽ വന്ന് മനുഷ്യന്റെ ആത്മാവിന് വേണ്ടി ബലിയർപ്പിക്കുവാനുള്ള കാഴ്ചകൾ പ്രാർത്ഥിക്കും. ഇതെല്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, നാം ദൈവത്തിൻ്റെതാണ്. ദൈവത്തിന് എത്തിച്ചേരണം. ദൈവം നമ്മെ കാത്തിരിക്കുന്നു. നമുക്ക് വചനം ശ്രമിക്കാം. ലാസർ സംസ്കരിക്കപ്പെടുകയും 4 ദിവസമായെന്ന് യേശു അവരെ എത്തിയപ്പോൾ പറഞ്ഞു. ബെഥാനിയ ജെറൂസലേമിനടുത്ത് ഏകദേശം 15 സ്ഥാനയോളം ദൂരത്തായിരുന്നു. അനേകം യൂദർ മർത്തയെയും മറിയത്തെയും അവരുടെ സഹോദരങ്ങളെയും ആശ്വസിപ്പിക്കുവാൻ വന്നിരുന്നു. യേശു വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ മർത്ത ചെന്ന് അവരെ സ്വീകരിച്ചു. എന്നാൽ മറിയം വീട്ടിൽ തന്നെ ഇരുന്നു. മർത്ത യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. എന്നാൽ നീ ചോദിക്കുന്നത് എന്തും ദൈവത്തിന്റെ തരം എന്ന് എനിക്കറിയാം. യേശു പറഞ്ഞു, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. മർത്ത പറഞ്ഞു, അന്ത്യദിനത്തിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം. യേശു അവരോട് പറഞ്ഞു, ഞാനാണ് പുനരുത്ഥാനവും ജീവനും. എന്നെ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, അവന് ജീവിക്കുകയും
എന്നെ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. ഇത് നീ വിശ്വസിക്കുന്നു. അവർ പറഞ്ഞു, ഉപകർത്താവ്, നീ ലോകത്തേക്ക് വരാനിരുന്ന ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എപ്പോഴും എന്നേക്കും. ആമേൻ.
ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ അനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രി യേശു നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗ്ഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാണ്. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്കും വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിൽ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഞങ്ങളുടെ പ്രാർത്ഥന സഹായം പ്രത്യേകം ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും കുടുംബാംഗങ്ങൾക്കും വേണ്ടിയും ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന അയോഗ്യരായ ഓരോരുത്തർക്കും വേണ്ടിയും കർത്താവേ അങ്ങേ കുർബാന സ്വീകരിക്കണമേ. ഇതിനെ ആശീർവദിക്കുമേ.
പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങളുടെ കടങ്ങളുടെ പുറത്തേക്കും പാപങ്ങളുടെ മോചനത്തിന് മരിച്ചവരുടെ ഉയർന്നിട്ടുള്ള പ്രത്യാശയ്ക്ക് അങ്ങേ കീഴ്പ്പെടുത്തിയ എല്ലാവരുടെ മനുഷ്യൻ സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. നാമത്തിനു നിത്യം സ്തുതിയും കീർത്തനവും നന്ദിയും എന്നേക്കും. ജീവിതത്തെ
ക്ഷമിച്ച് വിധിവസത്തിൽ അങ്ങയുടെ കൽപ്പാടും അങ്ങേ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ വാഗ്ദാനം ചെയ്ത കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും ആരാധനയും സമർപ്പിക്കുന്നു. അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. എപ്പോഴും ഇപ്പോഴും എപ്പോഴും എന്നേക്കും.